ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ 5-5.5 മാസത്തിന് ശേഷം എൻ്റെ ലൈഫ് റൊട്ടീനിൽ ആഡ് ആക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇതുവരെ ഹെയർ കെയർ ചെയ്തിട്ടില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഹെയർ ലോസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നല്ല ഹെയർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല, അത്രയും ഉണ്ടായിരുന്നു ഹെയർ ലോസ്. ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു പ്രശ്നം തീർന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഫോളിക് ആസിഡ് അല്ലേ കഴിക്കുക. അങ്ങനെ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയ സമയത്ത് നമ്മൾ അയൺ ടാബ്ലറ്റും കാൽഷ്യം ടാബ്ലറ്റും ഒക്കെ കറക്റ്റ് എടുക്കാൻ അതായത് നല്ല സാധനങ്ങളൊക്കെ കഴിക്കാൻ, ഭക്ഷണമാണെങ്കിലും ഫാസ്റ്റ് ഫുഡില്ല, അല്ലെങ്കിൽ ടു മച്ച് ഓയിലില്ല ഫുഡിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോഴത്തേക്കും ഹെയർ ലോസ് അങ്ങനെ സ്റ്റക്കായി. ഇപ്പോൾ ഹെയർ ലോസ് ഇല്ല. ഇനിയിപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഹെയർ ലോസ് ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്കത് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു ഹെയർ കെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ വൺസ് ഇൻ എ വീക്ക് മാത്രമേ തല വാഷ് ചെയ്യുന്നുള്ളൂ. എനിക്ക് തീരെ പറ്റുന്നില്ല. കുറച്ച് നേരം സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ കിതച്ച് തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ശ്വാസം മുട്ട് ഈ ഒരു കണ്ടീഷനിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത്രയും കെയർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വൺസ് ഇൻ എ വീക്കാണ് കുളിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുളിക്കുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കുളിയും തോരമില്ല, അത് വൃത്തിയില്ലാതെ നടക്കുക. അങ്ങനെയല്ല, ഞാൻ തല നനയ്ക്കുന്നത് വൺസ് ഇൻ എ വീക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലപോലെ ഓയിലൊക്കെ ഇട്ട് എൻ്റെ ഒരു ഹെയർ കെയർ റൂട്ടീൻ ചെയ്തിട്ട് വാഷ് ചെയ്യാമെന്ന് കരുതി ഞാൻ ഷാമ്പൂ ചേഞ്ച് ചെയ്തു. ഓയിൽ പിന്നെ ഞാൻ കാര്യമായിട്ടുള്ള ഓയിലൊന്നും ഉപയോഗിക്കാറില്ല. ഇവിടെ അമ്മ വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ അമ്മ തരും, അതാണ് തലയില്ലാതെ പ്രത്യേകിച്ച് ഒരു എണ്ണ ഞാൻ തലയിൽ വാരി തേക്കാറില്ല. ഞാൻ അങ്ങനെ ഒരാളോട് ഞാൻ ഒരു എണ്ണയെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാറില്ല. എൻ്റെ വായിൽ കൂടി ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യമില്ല മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് എൻ്റെ പഴയ ഹെയർ കെയറുമായി ബന്ധപ്പെട്ട വീഡിയോസ് പണ്ടിടുന്ന സമയത്ത് എന്നോട് ചോദിക്കും ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഓയിൽ. സാധാ നല്ല നാളികേരത്തിൻ്റെ വെളിച്ചെണ്ണ. ഇപ്പം പിന്നെ വെളിച്ചെണ്ണയ്ക്ക് സ്വർണ്ണത്തിനേക്കാൾ വില ആയതുകൊണ്ട് അതും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിൻ്റെ അടുത്തുള്ള വെളിച്ചെണ്ണ തേക്കാം. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് വെളിച്ചെണ്ണ തേക്കുന്നത്. പക്ഷെ എനിക്കെന്ന് ഞാൻ പറഞ്ഞല്ലോ, മുടി ഹെയർ ലോസ് ഇല്ലെങ്കിലും എനിക്ക് നല്ല ചൊറിച്ചിലുണ്ട്. അപ്പം അതുകൊണ്ട് ധാരണ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ധാരണ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത മറ്റു സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നല്ല ചൊറിച്ചിലാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം ഇന്നും കുളിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും, മേ ബി പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ അതൊരു റീസൺ ഉണ്ട്. കാരണം ഓയിലൊക്കെ, അതായത് ഓയിലിംഗ് ചെയ്തിട്ട് കുളിക്കാം എന്നുള്ളത്. കാരണം ഞാൻ പ്രഗ്നൻസിയിൽ വളരെ കുറച്ച് മാത്രമേ തലയിൽ ഓയിലിംഗ് ചെയ്തിട്ടുള്ളൂ. ഓയിലിംഗ് അല്ല, ജസ്റ്റ് ഒന്ന് തൊട്ട് മാടിയിട്ട് നമ്മൾ കുളിച്ചിട്ടുള്ളൂ. എനിക്കൊന്ന് 1-2 ഇല്ല, ഒരു തവണ അത്രയേ ഉള്ളൂ എൻ്റെ ഓർമ്മയിലുള്ളൂ. 2 തവണ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനത് എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം അതാണ്. എനിക്ക് നല്ല ചൊറിച്ചിലുണ്ട്. ഇനി ചൊറിച്ചിൽ താരൻ്റെയാണോ പേൻ്റെയാണോ എന്ന് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ എന്നും തല ചിന്തും. പക്ഷെ തലേന്ന് പേൻ വരില്ല. ഇനി എണ്ണ ഇല്ലാഞ്ഞിട്ടാണോ തലയിൽ നിന്ന് പേൻ വരാത്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ തലയിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നന്നായിട്ട് എണ്ണ തേച്ചാൽ നന്നായിട്ട് പേന കിട്ടും. അതായത് പേനുള്ള സമയത്താണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ പേന കിട്ടാറില്ല. പക്ഷെ ഞാനിങ്ങനെ കൈയായിട്ട് നോക്കുന്ന സമയത്തൊന്നും പേന കിട്ടുന്നില്ല. ഇനി എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എണ്ണ തേച്ച് കുളിക്കാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂഷ്വലി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് എണ്ണയിൽ ചേർക്കാമെന്ന് വിചാരിച്ചത്. ഒന്നെങ്കിൽ നാരങ്ങ, അല്ലെങ്കിൽ നെല്ലിക്ക. ഇതിൻ്റെ ഒരു ജ്യൂസ് ചേർക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ നോക്കിയപ്പോൾ നാരങ്ങ തീർന്നിരിക്കുന്നു. അപ്പോൾ ജ്യൂസ് അല്ല ലൈമിന് വേണ്ടിയിട്ട് നാരങ്ങ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാരങ്ങയില്ല. അതുകൊണ്ട് ആ പ്ലാൻ നമുക്ക് ഡ്രോപ്പ് ചെയ്തേ പറ്റൂ. കാരണം അപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ മണ്ണാർക്കാട് പോയതാണ്. പിന്നെ വിശാഖ് വൈകിട്ട് വന്നിട്ട് നാരങ്ങ പിഴിഞ്ഞ് ഞാൻ കുളിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ നാളെ നേരെ രാവിലെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് ആ ഒരു പ്ലാൻ ഞാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെയുള്ളത് നെല്ലിക്ക മുന്നേ എന്നോ നെസ്റ്റോ പോയ സമയത്ത് മേടിച്ചൊരു 4 നെല്ലിക്ക ഇരിക്കേണ്ടതെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ആ നെല്ലിക്കയുടെ അടുത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു. നെല്ലിക്ക എന്ന് കണ്ടാൽ പറയില്ല, നമ്മൾ ഉണക്ക നെല്ലിക്ക എന്ന് പറയില്ല, അതുപോലത്തെ അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് അതൊന്ന് ഇടിച്ച് പിഴിഞ്ഞ് എങ്ങനെ പോയാലും അതിന് നീര് കിട്ടില്ല എന്നുള്ളതായതുകൊണ്ട് ഞാൻ ആ 2 പ്ലാനും ഒഴിവാക്കി വേറൊരു കാര്യം ചെയ്തു. ഹോട്ട് ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഷാമ്പൂ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഷാമ്പൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടീഷണർ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇല്ലെങ്കിൽ അത് വിശാലിൻ്റെ വീട്ടിലാവും. അപ്പം അതുകൊണ്ട് ആ കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനില്ല. അപ്പോൾ നമുക്ക് ഹോട്ട് ഓയിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഹോട്ട് ഓയിൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇത്തവണ എണ്ണ ചൂടാക്കിയിട്ടല്ല, പാത്രം ചൂടാക്കിയിട്ട് എനിക്ക് എണ്ണ ഒഴിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ബായോ.
ഈ ബൗളിലാട്ടോ ഞാൻ എണ്ണ ചൂടാക്കുന്നത്. മുന്നത്തെ വീഡിയോയിലും കാണിക്കുന്ന സമയത്ത് സെയിം ബൗൾ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്നും ഓയിൽ ചൂടാക്കാറുണ്ട്. ഇത്തവണ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് ആ സ്റ്റീലിൻ്റെ ബൗൾ മാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്ര തന്നെ ചൂടായാൽ മതി എന്ന് വിചാരിച്ചു. പിന്നെ ആരും പോയി കൈ പൊള്ളിക്കരുത്, സ്റ്റീൽ ചൂടാകുമ്പോൾ നല്ല ചൂടായിരിക്കും. അതിൽ പോയി കൈ വെച്ചാൽ നല്ല ചൂടാവും, പൊള്ളും. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയ്ക്കും അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പോൾ എനിക്ക് എണ്ണ കുറച്ചും കൂടി ഒഴിക്കാൻ തോന്നിയ കാരണം ഞാൻ ഒഴിച്ചു കേട്ടോ. ഇനി ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ കാണിച്ചു തരാം. നമ്മുടെ ഹോട്ട് ഓയിൽ, അത് ഹോട്ടാക്കിയ ഓയിൽ കാണില്ലേ, ഇതാ ഇതാണ് സാധനം കണ്ടോ. ഇത് സാധനം നല്ല മണാട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടുന്ന വെളിച്ചെണ്ണയാണ്. അത് നമ്മുടെ വീട്ടിലിട്ട് തേങ്ങ ചില സീസണിൽ, അതായത് എനിക്ക് തോന്നുന്നു വേനൽക്കാലത്ത് തോന്നുന്നു വിൽക്കില്ല, ആ സമയത്തുള്ള ആ 3 മാസത്തിലിടുന്ന തേങ്ങ മുഴുവൻ നമ്മൾ ഉണക്കി ആട്ടുക ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിന് പ്രത്യേക ഒരു ഫ്ലേവർ മണമാണ്. ഈ സമയത്ത് ഞാൻ ഈ ഹോട്ട് ഓയിൽ മസാജ് കാണിക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല. ഓരോ റീൽസിലും ഷോർട്സിലൊക്കെ വരുന്ന തേങ്ങയൊക്കെ ലോക്കറിൽ കൊണ്ടുവച്ചിട്ടുള്ള വീഡിയോസൊക്കെയാണ് കാണുന്നത്. ഇവിടെ പിന്നെ അങ്ങനെ വെളിച്ചെണ്ണയ്ക്കൊരു പഞ്ഞം ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. കാരണം പഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ ഹാർഡ് വർക്ക് കേട്ടോ. അത് കാണാതിരിക്കാൻ പറ്റില്ല. അവർ നന്നായിട്ട് ഈ കൊപ്ര ആട്ടാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയില്ല, അത്യാവശ്യം നല്ല പണിയാണ്. അപ്പം അവരുടെ ഒരു എന്താ പറയുക, എന്താ അതിന് പറയുക, അകമഴിഞ്ഞ ആത്മാർത്ഥതയാണ് ഇവിടെ ഇങ്ങനെ ടിന്നിലും കുപ്പിയിലൊക്കെ ഏത് നേരവും തുറന്ന് വെളിച്ചെണ്ണ കിട്ടുന്നത്. അല്ലെങ്കിൽ നല്ല റേറ്റ് അല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു 1000 രൂപ കൊടുത്ത 100 രൂപ എങ്ങനെ തിരിച്ചു വിടുള്ളൂ തോന്നുന്നു 2 ലിറ്റർ വെളിച്ചെണ്ണ മേടിച്ചാൽ. വല്ലാത്തൊരവസ്ഥയാണ്. മീനൊക്കെ വറക്കുമ്പോൾ എന്തൊരു എണ്ണ വേണമല്ലേ. മീനും ചിക്കനൊക്കെ വറക്കുന്ന സമയത്തും വെളിച്ചെണ്ണയ്ക്ക് വെക്കുക. തലേ തേക്കാൻ പിന്നെ കുറച്ച് മതി വിചാരിക്കും. ബാക്കിയുള്ള വീട്ടാവശ്യങ്ങൾക്ക് എന്താ ചെയ്യണ്ടാവാലേ. അതും തെങ്ങുള്ളവർക്ക് കുഴപ്പമില്ല, തേങ്ങ വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ തേങ്ങ വിറ്റ് കാശിന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ മേടിക്കാമെന്ന് വിചാരിക്കാം. തെങ്ങും തേങ്ങയൊന്നും ഇല്ലാത്തവരെന്താ ചെയ്യാന്ന് ഞാൻ അങ്ങനെ ആലോചിക്കാൻ. അപ്പോൾ കൂട്ടാനിൽ അല്ലെങ്കിൽ കറികളിൽ, നമ്മളിവിടെ കൂട്ടാൻ എന്നാട്ടോ പറയാം, കറികളിൽ തേങ്ങ ചേർക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ മീൻ വറക്കുന്ന സമയത്തൊന്നും ഈ കൊക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതെ സൺഫ്ലവർ ഒക്കെ ആവും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അതേ ഞാൻ ആ എണ്ണ, അതായത് ചൂടില്ല കേട്ടോ, ഞാൻ ഇളം ചൂടേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കണ്ടില്ലേ പൊള്ളുന്ന ചൂടായിരിക്കും. ആ സമയത്തും കൂടെ തല തേക്കരുത് കേട്ടോ, തല പൊള്ളിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ പറയും. ഞാൻ നെറുകയിലേക്ക് എണ്ണ തൊടിക്കുന്നില്ല. കാരണം ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ശേഷം ആയിട്ടുണ്ട്, 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സമയത്ത് എണ്ണ നെറുകിൽ തേച്ചാൽ നല്ല എട്ടിൻ്റെ പണി കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കുന്നില്ല. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ 8-8:30 പണി കിട്ടും. പിന്നെ ശ്വാസം മുട്ടാവും, പനിയാവും, ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവേണ്ടി വരും, ലങ്സിലേക്ക് ഇൻഫെക്ഷൻ വരും, പിന്നെ ഇഞ്ചക്ഷനോട് ഇഞ്ചക്ഷൻ. ഈ 2 കൈകളിലും ഡോക്ടറും അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ സിസ്റ്റേഴ്സ് പറയും. ഇപ്പോൾ എന്താ പറയുക, സിസ്റ്റേഴ്സ് ഇങ്ങനെ കാണുന്ന, അത് അഡ്മിറ്റ് ആവുന്ന സമയത്ത് കാണുമ്പോൾ ഈ കയ്യിൽ ഇനി കാനലിടാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, പുതിയ ആരെങ്കിലും വരണമെന്നുണ്ട്. പുതിയ സ്റ്റാഫാണ് വന്നിട്ട് മിക്കവാറും എൻ്റെ കയ്യിൽ കാനലിടാറ്. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ പൾമനോളജിയിൽ എൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ മുന്നേ അഡ്മിറ്റ് ആവുന്ന സമയത്തുണ്ടായിരുന്ന സിസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, നഴ്സുമാരെല്ലാവരും ഇങ്ങനെ, ഒന്നെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന നേരമായിരുന്നു നമ്മൾ ചെന്ന സമയം. അപ്പോൾ അവരിങ്ങനെ ചിലർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അവരിങ്ങനെ നടന്നു പോകുന്നതിനിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇത്തവണ വന്നില്ലല്ലോ അഡ്മിറ്റ് ആവാൻ. ആക്ച്വലി സീസണാണ്, ആ സമയത്ത് ഞാൻ ചെന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ എന്താ പറയുക, ഭയങ്കര VIP കസ്റ്റമർ ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാൻ പറ്റിയ അവസ്ഥയിലല്ല, എൻ്റെ കുഞ്ഞു വയറെ കാണിച്ചു വെച്ച് പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങനെ എല്ലാവരും വന്ന് അടുത്ത് വന്നിട്ട് എത്ര മാസമായി എന്തായി വയറുമ്പോൾ തൊട്ടുപോകുക ചെയ്തിട്ട്. അത് ഞാൻ പറഞ്ഞു വന്നത് ഹോസ്പിറ്റലായിട്ട് അങ്ങനെ അകമഴിഞ്ഞ ബന്ധമുണ്ട്. പിന്നെ ഇപ്പം ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി പനിയൊക്കെ പിടിച്ചാണ്ട് ചെന്നില്ല. ഡോക്ടേഴ്സിനും വളരെ ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്ക് മരുന്ന് തരാൻ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിറോയിഡ് തരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഞാൻ അടങ്ങി മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതിയല്ലോ. ഓക്കെ, ഹെയർ കെയർ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഥ പറയുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ എണ്ണ വീണ്ടും എടുത്തു. 2 അതായത് മുടിയുടെ, ഞാൻ വീണ്ടും പറഞ്ഞു കേട്ടോ, തലയോട്ടിൽ ഞാൻ പിടിപ്പിക്കുന്നില്ല. ഈ അലർജിയും ജലദോഷമുള്ള ആളുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. നല്ല എണ്ണ തേക്കുന്നുണ്ടേ, കണ്ടോ, നല്ല എണ്ണ ഞാൻ പൊത്തുന്നുണ്ട്. എന്നാൽ മാത്രമേ ഇനി അഥവാ ഞാൻ പറഞ്ഞല്ലോ പെയിൻ ഉണ്ടോയെന്നാണ് എൻ്റെ ഒരു സംശയം. ആ പെയിനെ പിടിക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ നല്ല എണ്ണ തേച്ച് കൊടുക്കുന്നത്.
പിന്നെ ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് തീർക്കും. ഇപ്പം തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വർത്തമാനം പറഞ്ഞിട്ട് കുറച്ച് സമയമായി. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് തീർക്കും. കാരണം എനിക്ക് കൂടുതൽ നേരം തലയിൽ എണ്ണ തേച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ അതേ ഞാൻ മുടിയിൽ നന്നായിട്ട് ഇനി ഇവിടെ ഈ സ്ഥലത്ത് മാത്രം കുറച്ചും കൂടി തേച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇവിടെ ഒന്നും താരനില്ല കണ്ടോ. പക്ഷെ എന്താ ചൊറിച്ചിലെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതേ ഞാൻ നന്നായിട്ട് മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അറ്റത്തും കൂടി കുറച്ച് എണ്ണ തേക്കാം. ഞാൻ എണ്ണ എടുത്ത് കുറച്ച് കൂടിപ്പോയിട്ടോ. എണ്ണ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആവശ്യത്തിന് മാത്രം എണ്ണ എടുക്കാം. അപ്പോൾ ഹോട്ട് ഓയിൽ ഞാനതേ സത്യം പറഞ്ഞാൽ അത് നന്നായിട്ട് നെറുകയിൽ തേച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത്. അതങ്ങനെയാണല്ലോ ഹോട്ട് ഓയിൽ മസാജ്. നന്നായിട്ടിങ്ങനെ ഓട്ടിയിൽ നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് എണ്ണ തേക്കുക. അതങ്ങനെ എണ്ണക്കുടത്തിൽ മുങ്ങാന്നില്ല, അതുമാതിരി എണ്ണ തേച്ചിട്ട് കുളിക്കുന്നത് ഒരു പ്രത്യേക സുഖാട്ടോ. അത് നിങ്ങളങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇപ്പോഴല്ല, മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്യുക. അപ്പോൾ നല്ലൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഞാൻ നന്നായിട്ട് ഓയിൽ മുഴുവൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ റിങ്ങിൽ ഇത് നന്നായിട്ട് കോറുന്നുണ്ട്. അപ്പം നമുക്കിനി ഒരു 5 മിനിറ്റ് കഴിയട്ടെ. 5 മിനിറ്റ് പോയിട്ട് ഞാൻ പെയിൻ ചെയ്യുന്ന വല്ല പെയിനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരും, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരില്ല. ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, പറയാൻ പറ്റില്ല. പറയുമ്പോൾ ഞാൻ എല്ലാം 3 ദിവസം കൂടുമ്പോഴും ഞാൻ മുടിയിൽ പെയിൻ ചെയ്തു. എനിക്കങ്ങനെ പെയിൻ ഉള്ളത് ഇഷ്ടമല്ല. പിന്നെ വേറെ പ്രത്യേകത, എൻ്റെ തലയിൽ ഇങ്ങനെ പെയിൻ 1 2 ഉണ്ടെങ്കിൽ അതിങ്ങനെ പുറത്തിറങ്ങി നടക്കും. അപ്പോൾ അത് ആളുകൾ കാണുമ്പോൾ മഹാവൃത്തികേടാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എന്നും ചെയ്യുന്നത്, അല്ലെങ്കിൽ മിക്കവാറും ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് എന്താ കാരണം എന്ന്, അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ അറിയുമെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ കുറേ നോക്കിയിട്ടും എനിക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പോയിട്ട് പെയിൻ ഒന്ന് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻ ചെയ്യാം. അപ്പോൾ ദേ ഞാൻ വടുക്കോർത്ത് വന്നു കേട്ടോ. വടുക്കോർത്ത് നിന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ പെയിൻ ചെയ്യാറ്. മിക്കവാറും എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വടുക്കോർത്ത് ഏതെങ്കിലും തിണ്ടിൻ്റെ മേലെയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും സൈഡിൽ ഇങ്ങനെ ചാരി വെക്കുകയാണ്. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ പെയിൻ അത്ര വൃത്തിയുള്ള പെയിൻ ചെറുപ്പൊന്നുമല്ല. പക്ഷെ എന്താണെന്ന് അറിയും, കളറ് പിടിച്ചത് അമ്മയും ഈ പെയിൻ ചെറുപ്പിൽ ചെയ്യും കേട്ടോ. കാരണം അങ്ങനെ രണ്ടുപേർക്കും 2 പെയിൻ ചെറുപ്പ് അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ ഡൈ ചെയ്യുന്ന കാരണം നമ്മുടെ ഡൈയുടെ കളർ ചിലപ്പോൾ ഇതിൽ പിടിക്കും. അപ്പം അതുകൊണ്ടാണ്. അപ്പം ഞാൻ പെയിൻ ചീകി നോക്കട്ടെ. ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചീകിട്ട് കിട്ടിയൊരു സാധനമാണ്. കണ്ടോ, കിടന്നരിക്കുന്നുണ്ടോ ഒരു നഞ്ഞിപ്പേൻ. ഇത്രയും നേരം ഞാൻ ചീകിട്ട് ആകെ ഒരെണ്ണം മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഈ ഒരെണ്ണം കൊണ്ട് എൻ്റെ തല ഇത്രയും നേരം ചൊറിയാൻ പാകത്തിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്നും കൂടി ചീകി നോക്കാം. അല്ലാതെ പേനൊന്നും കിട്ടിയില്ല എന്ന് എന്താ കാരണം എന്ന് ഒരു ഐഡിയ ഇല്ല. മുടിയൊക്കെ ഞാൻ ചീകി നേരത്തെ കാണിച്ചെന്ന പോലത്തെ സൈസിലൊരു 3 4 എണ്ണം, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 എണ്ണം കിട്ടിയിട്ടുണ്ടാവേ. പക്ഷെ ആ 5 എണ്ണം കൊണ്ട് ഇപ്പോൾ എൻ്റെ തല ഇങ്ങനെ ഫുൾ ടൈം ചൊറിഞ്ഞുകൊണ്ടിരിക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ പാൻ ഇതിൻ്റെ താത്ത ഇടയിൽ ഉണ്ടാവും, ചീകിട്ട് കിട്ടാത്തായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ചെയ്യണില്ല. കാരണം അത്രയും നേരം ഞാൻ ഫുൾ 2 സൈഡും മാറി 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 ചെയ്തിട്ടും എനിക്ക് പേന കിട്ടിയിട്ടില്ല. ആ ഒരു ചെറിയ കുഞ്ഞ് നഞ്ഞിപ്പേൻ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതുപോലത്തെ 4 5 എണ്ണേ കിട്ടുള്ളൂ. അപ്പോൾ നീ കുറേ നേരം ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ മുടിയുടെ ഒരു നേച്ചർ എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ കുറേ നേരം നിന്ന് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ എണ്ണ തേച്ചിട്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ല. നമുക്ക് പോയി കുളിക്കണം, ഷാമ്പു ഇടണം. പിന്നെ ഷാമ്പു ചെയ്തതിന് ശേഷം കണ്ടീഷണർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനത് ഇടണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ മുടി കെയറിൽ ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഓയിലിങ് കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഈ മുടി കെയർ ചെയ്യുന്ന പോലെ തന്നെയുള്ള മുടി ക്ലീൻ ആയിട്ട് കൊണ്ടെടുക്കുക എന്നുള്ളത് അതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ പേൻ ചീന്തി കളയാന്നുള്ളത് ചെറിയ പിള്ളേരുടെ കാര്യത്തിലൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ. എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഹെയർ വാഷിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ഈ ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഇനി ഞാൻ ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ കുളിച്ച് വന്നു. നല്ലൊരു ഹെർബൽ ഷാമ്പു മൊത്തത്തിൽ മൂക്കടഞ്ഞു. കുളി കഴിഞ്ഞപ്പോഴത്തേക്കും മൂക്കടഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ക്ഷീണിച്ചു കേട്ടോ. ഇനി എന്തായാലും ഞാൻ ഇങ്ങനൊരു വിശാലമായിട്ടുള്ള കുളി ഈ അടുത്തൊന്നും കുളിക്കില്ല. അയ്യോ എനിക്ക് അയ്യോ. ഇനി മുടി ജസ്റ്റ് ഒന്ന് ഈ കെട്ടൊന്ന് മാറ്റി ബാക്കിലേക്ക് കെട്ടണം.
പിന്നെ മുടി പെട്ടെന്ന് തന്നെ ഉണക്കാനുള്ള പരിപാടി നോക്കണം. മറ്റേത് ഞാൻ ഇങ്ങനെ നാച്ചുറലി കിടന്ന് ഉണങ്ങിക്കോട്ടെ എന്നാണ് വിചാരിക്കാറ്. അങ്ങനെ ചിന്തിക്കാൻ വയ്യ. കാരണം എങ്ങാനും പനി പിടിച്ചാൽ ഞാൻ ആകെ ഇടങ്ങേറാവും. അപ്പം അതുകൊണ്ട് മുടി ഒന്ന് പെട്ടെന്ന് കുറച്ച് നേരം തോർത്തിയിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള വലിയ ചീർപ്പുണ്ടല്ലോ, പല്ല് കുറച്ചും കൂടി ഗ്യാപ്പുള്ള ചീർപ്പ്, അത് വെച്ചിട്ട് മുടി കെട്ടറത്തിട്ട് പെട്ടെന്ന് ഞാൻ ഉണക്കും. കാരണം അല്ലെങ്കിൽ ഹെട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ മുടി പോയിട്ടൊന്ന് ബാക്കിലേക്ക് കെട്ടട്ടെ, എന്നിട്ട് ഞാൻ മുടി ചീകി ഇനി ഞാൻ ഉണക്കിയിട്ടേ കാണിച്ചുള്ളൂ. കാരണം നമ്മളിങ്ങനെ ഹെയർ കെയർ ചെയ്ത്, അതായത് ഭയങ്കരമായിട്ട് ഓയിലിംഗ് ഒക്കെ ചെയ്ത് മസാജിങ് ഒക്കെ ചെയ്ത് നമ്മൾ ഷാമ്പൂ ചെയ്ത് കണ്ടീഷണർ ഇട്ടിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉണക്കി കഴിയുമ്പോൾ എൻ്റെ ഒരു, അതായത് നാച്ചുറൽ കണ്ടീഷനിങ് ആണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. അത് ചില ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ നമുക്ക് അവർ പറഞ്ഞുതരും. അപ്പോൾ ഗൈസ്, എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം ഇവിടെ ഫിനിഷായി. ഞാൻ മുടിയൊക്കെ ജസ്റ്റ് കണ്ടോ, വലിയ ചിക്കൊന്നും ഇല്ലാതെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ മുടി ഞാൻ ഓയിലൊക്കെ വെച്ച് നന്നായിട്ട് പറ്റിയായിരുന്നേ മുടി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹെയർ കെയർ, അതായത് ഈ പ്രഗ്നൻസിയിലെ ഫസ്റ്റ് ഹെയർ കെയർ ആയിരുന്നു ഇത്. എനിക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വയ്യ. കാരണം എൻ്റെ മൂക്ക് ഇപ്പോഴേ ഓൾറെഡി അടഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് മുടി വേറെടുത്ത് ഫാൻ ഇട്ട് മുടി ഉണക്കിയത്. ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഹെയർ കെയർ ചെയ്യുന്ന ഒരാളേ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് ഓയിലിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് നേരം സമയമെടുത്ത് മുടി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഷാംപൂ വാഷൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീനാണിത്. ഞാൻ ഇങ്ങനെയാണ് നോർമലി ഹെയർ കെയർ ചെയ്യാറ്. ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ അതായത് ബ്രാൻഡഡ് ഹെയർ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. അതേപോലെ ഇപ്പം പിന്നെ ഒരുപാട് ആളുകൾ റോസ്മേരി യൂസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു മുന്നത്തെ ഇതൊരു വീഡിയോയുടെ കമൻറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും എൻ്റെ മുടിയിൽ തൽക്കാലം എന്താ പറയുക, അങ്ങനെ പരീക്ഷിക്കാനുള്ള താല്പര്യമില്ല. ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ കറക്റ്റായിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ കട്ടകട്ടയായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാത്തത്. ഓൾറെഡി ഞാൻ വളരെ അലർജിക് ആയിട്ടുള്ള പേഴ്സണാണ്. എല്ലാ വീഡിയോസിലും ഞാൻ ഇത് തന്നെയാണ് കേട്ടോ പറയുന്നത്. എന്നോട് എന്താ പറയുക, പല വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാറുണ്ട്, ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്യോ, ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്യോ, റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് ചെയ്യോ, വീടിൻ്റെ ഡീപ്പ് ക്ലീനിങ് ചെയ്യോ എന്നൊക്കെ. പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫ്രജൈൽ കണ്ടീഷനിൽ ഒരാളാണെന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ ചോദിക്കുന്നതെന്ന്. വൃത്തിയാക്കുന്നത് കാണാൻ ഇത്ര ത്വരയുണ്ടായിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഐ കാണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല ഇത്. അതായത് നമ്മൾക്കൊരു റൂം വൃത്തിയാക്കുക അല്ലെങ്കിൽ പൊടി തട്ടോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞാൽ ഞാൻ ഗംഭീരമായിട്ട് തുമ്മി ഒരു പരിവാവും. ഈ തുമ്മലും അലർജിയൊക്കെ നോർമലാണേ, അതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളത് തന്നെയാണ്. നേരെ നമുക്കൊന്നും ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് തുമ്മും രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ തുമ്മൽ കൂടി വലിവാവും. ഈ വലിവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് വലിവ് വരുന്ന സമയത്ത് ഈസോഫാഗസില്ലേ, നമ്മൾ ഭക്ഷണം ഇറങ്ങി പോകുന്ന അന്നനാളം, ഈസോഫാഗസിലേക്ക് ഇൻഫെക്ഷൻ ഇറങ്ങും. അത് കഴിഞ്ഞ് പെട്ടെന്ന് അത് തൊണ്ടയിലേക്ക് ഇൻഫെക്ഷൻ ആവും. അത് കഴിഞ്ഞ് ലങ്സിലേക്ക് ഇൻഫെക്ഷൻ ആവും. ലങ്സിലേക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു കൺട്രോളിൽ വന്നിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ നെബുലൈസേഷനൊക്കെ ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ, ആ കണ്ടീഷൻ അതൊരു കൺട്രോൾഡ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂമോണിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 3 ന്യൂമോണിയ ഓൾറെഡി ഞാൻ ഓവർകം ചെയ്ത ഒരാളാണ്. 3 ന്യൂമോണിയ ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് ഒരു സമയത്ത് കഴിഞ്ഞ മെയിലൊക്കെ ഞാൻ ന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സീരിയസ് കണ്ടീഷനാണ്. കാരണം എൻ്റെ ICU തണുപ്പ് നമുക്ക് പറ്റില്ല. അതുകൊണ്ടൊരു അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതിന് പകരം എൻ്റെ ചുറ്റിലും ഒരു മിനി ICU സെറ്റ് ചെയ്തിട്ട്, അത് ഒരു സൈഡിൽ ഫുൾ ടൈം ഹാർട്ട് ബീറ്റ്, അത് റെക്കോർഡിങ്, അതായത് അതിൻ്റെ റീഡിങ്, പിന്നെ ഇപ്പുറത്തെ ഓക്സിജൻ, മറ്റടുത്ത് മറ്റേ എന്താ പറയുക, ഇത് ഈ കൈമ ഇങ്ങനെ വെക്കുന്ന സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, അയ്യോ ഞാൻ മറന്നുപോയല്ലോ. ഹാർട്ട് ബീറ്റ് റീഡർ ഉണ്ടല്ലോ, അത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയ പേര്. അങ്ങനെ ഫുൾ സന്നാഹത്തോടു കൂടി കിടന്നിരുന്നത്. എന്ന് വെച്ചാൽ ഒരു കണ്ടീഷനും കൂടി മേലേക്ക് പോയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗമാണ് ന്യൂമോണിയ. അറിയുന്നുണ്ടാവും ന്യൂമോണിയ ബാധിച്ചു മരിച്ചു എന്ന്.
പല ന്യൂസുകളിലും നമ്മൾ കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് വയസ്സായിട്ടൊക്കെ മരിക്കുന്ന ആളുകൾ, കൂടുതൽ ശ്വാസകോശ സംബന്ധമായിട്ട് രോഗമുള്ള ആളുകൾ ന്യൂമോണിയയിലേക്കാണ് ലാസ്റ്റൊക്കെ കിടക്കുക. അതുകൊണ്ട് ന്യൂമോണിയ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ മാടി വിളിക്കുന്ന ഒരാളാണ് ഈ ന്യൂമോണിയ. കാരണം എനിക്ക് ലങ്സിലേക്ക് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ന്യൂമോണിയാണ് എൻ്റെ, അതായത് നോർമലി ന്യൂമോണിയ വരിക ഒരു 1 അല്ലെങ്കിൽ 1.5 ആഴ്ച നന്നായിട്ട് പനിച്ച് ശ്വാസം മുട്ടൊക്കെ കൂടി ഇൻഫെക്ഷൻ മാറാ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ന്യൂമോണിയ വരിക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂമോണിയ വരിക അതായത് എനിക്ക് രാത്രി വയ്യാതെ പിറ്റേന്ന് മോർണിംഗ് ഈ പറഞ്ഞ പോലെ നമ്മൾ മാറാം അല്ലെങ്കിൽ നോക്കും, അല്ലെങ്കിൽ അങ്ങനെ നമ്മളിങ്ങനെ മാറും നമ്മുടെ ചികിത്സ കൊണ്ട് മാറുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം കൊണ്ട് എനിക്കിതെന്താവും, ന്യൂമോണിയ ആവും. അത്രയും എന്താ പറയുക, വീക്ക് ലെൻസാണ്. ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോയുടെ ഒന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരോട് എന്താ ഞാൻ മറുപടി പറയാമെന്ന് എനിക്ക് കുറേ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ കരുതി എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം എന്ന് ഓർത്തിട്ടാണ് ഞാനത് പറഞ്ഞത്. ഞാനത് പറയാൻ കാരണം മുടിയിൽ ഒരുപാട് പരീക്ഷണങ്ങളും കുത്തബ്മിനാറുകളൊന്നും പണിയാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. ഈവൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ പച്ചിലകളൊക്കെ ഉണ്ടല്ലോ, കറിവേപ്പിൻ്റെ ഇല, ചെമ്പരത്തിയുടെ ഇല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, അതായത് ദശപുഷ്പങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചുമല്ലോ, ഇതുപോലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം യൂസ് ചെയ്ത് എങ്ങാനും ഒരു പനി വന്നാൽ ഇതാണ് എൻ്റെ കണ്ടീഷൻ. നമുക്ക് ചില സമയത്ത് ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ചുമച്ചോ തുമ്മിയോ അല്ലെങ്കിൽ ഒരു പനിയോ പിടിച്ച് വീട്ടിൽ കിടക്കുകയാണെങ്കിൽ ഒരു സുഖമാണ്. 2 ദിവസം ലീവൊക്കെ എടുത്ത് നമുക്കത് ഭയങ്കര എന്താ റെസ്റ്റ് മൂഡാണല്ലോ. ഒരു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ കിടക്കാൻ നല്ല രസമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. നേരെ പാക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ പോവുക, അഡ്മിറ്റ് ആവുക. ഈ അഡ്മിറ്റ് ആവൽ മാത്രമല്ല, ഇതിനിപ്പുറത്തെ സാമ്പത്തികമാണല്ലോ. ഇപ്പം പിന്നെ പ്രശ്നമില്ല, ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇപ്പുറത്ത് ഈ സാമ്പത്തികം വലിയ ബുദ്ധിമുട്ടാണ്. ഒരു അഡ്മിഷൻ എങ്ങനെ പോലും ഒരു 60K 70K 70,000 60,000 രൂപയുടെ അടുത്ത് മരുന്നും അഡ്മിറ്റും ചികിത്സയും എല്ലാം കൂടിയും വരും. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഇതൊരു ചില്ലറ കാര്യമില്ല. ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ഇതൊക്കെയാണ്. അപ്പം ഞാൻ മുടിയിൽ ഈ പറഞ്ഞ പോലെ കോക്കനട്ട് ഓയിൽ മാത്രമേ തേക്കുന്നുള്ളൂ. ചിലർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നിങ്ങളെ കാണിക്കാതിരിക്കുന്ന. ഒരിക്കലും അല്ല. എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. ഞാനിത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് പറ്റുന്ന ഷാംപൂസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ മുടിയിൽ അങ്ങനെ കൂടുതൽ പരീക്ഷണം ഒരിക്കലും, ഞാൻ പറയട്ടെ, ഒരു ഹെന്ന ചെയ്യാൻ പറ്റില്ല, ഒരു സ്പാ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എന്തിനൊരു ഫേഷ്യൽ എൻ്റെ മുഖത്ത് ചെയ്യണമെങ്കിൽ എൻ്റെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് എനിക്കറിയുന്ന 2-3 ചേച്ചിമാർ മാത്രമേ ഞാൻ ഫേഷ്യലിന് പോകാറുള്ളൂ. ഒന്ന് താനൂരിലെ വന്ദനീച്ചിയുടെ അടുത്ത് പോകാറുണ്ട്, പിന്നെ ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി, അങ്ങനെ 2 ആൾക്കാരുടെ അടുത്ത് ഞാൻ പോകാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും എല്ലാ കാര്യങ്ങളും ഞാൻ സൂക്ഷിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാവരോടും ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയുള്ളത്, എൻ്റെ എങ്ങനെയാണെന്ന് കരുതിയിട്ട് എല്ലാവർക്കും ഇത് ഓക്കെ ആവണമെന്നില്ല. പിന്നെ മറ്റുള്ളവർ പല പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് ഞാനത് വാരി എൻ്റെ തലയിൽ തേക്കാറുമില്ല. എന്താ പറയുക, അങ്ങനെ പരീക്ഷണങ്ങൾ ഞാൻ പരമാവധി കുറയ്ക്കാറുണ്ട്. പിന്നെ പരീക്ഷിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷിച്ചിട്ട് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ അനുഭവിക്കണം എന്നുള്ളതുകൊണ്ടാണ് പരീക്ഷിക്കാത്തത്. അപ്പോൾ എൻ്റെ മുടി കണ്ടോ, ഇപ്പോൾ ഇതേ കുറച്ചും കൂടി ഉണങ്ങിയിട്ടുണ്ട്. ഈ സംസാരിക്കുന്നതിനിടയിൽ കുറച്ചും കൂടി ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഒരു ഹെയർ കെയറിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ മുടി ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ എൻ്റെ ഹെയർ കെയർ. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ കുഞ്ഞു ഹെയർ കെയർ ആട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 കമൻറ്റ് സെക്ഷനിൽ മറുപടി പോലെ പറഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.